ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്നേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ബീഫ് റോൾ ചെയ്യാം അല്ലേ? അതിന് ഞാനിവിടെ ഒരു 350 ഗ്രാം ബീഫ് എടുത്ത് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം കുരുമുളക് പൊടിയും ഉപ്പും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ വേവിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ 2 സവാള ചെറുതാക്കി ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയില്ലേ അതും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതും ഇട്ട് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് നമ്മൾ ഉടച്ചിടൂലേ, അതിനേലും ടേസ്റ്റ് തോന്നിയേക്കണത് ഇങ്ങനെ ഇടുമ്പോഴാണ്. അപ്പോൾ ഇനി നമ്മൾ ഉരുളക്കിഴങ്ങും നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ലേ ബീഫ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മളുടെ ഇതിൽ ഒരു മസാലയിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. വെള്ളത്തിൻ്റെ ഇതൊക്കെ നന്നായിട്ട് തന്നെ വലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് അടുപ്പത്ത് നിന്ന് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതേപോലെ നമ്മളുടെ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മൈദ കുറച്ച് ഉപ്പും വെള്ളമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ 4 ഭാഗത്തും പരട്ടി കൊടുക്കുന്നുണ്ട്. ഈ 2 സൈഡും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് തിരിച്ച് ഇങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ മൈദ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് എല്ലാ ഭാഗത്തും ഇതേപോലെ പരട്ടി കൊടുത്തിട്ട് 2 ഭാഗം ഇതേപോലെ മടക്കി കൊടുക്കുക. ഇതേപോലെ തിരിച്ച് മടക്കി കൊടുക്കണം. അങ്ങനെ എല്ലാ റോളുകളും ഞാനിവിടെ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പൊടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ റോള് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതെടുത്തിട്ട് ബ്രെഡിൻ്റെ ക്രംസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ റോളും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ച റോളുകളുണ്ടല്ലോ അത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. ഇപ്പോൾ നല്ല പോലെ തന്നെ ആയി വന്നപ്പോൾ ഞാനത് ഓയിലിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള റോളുകളും ഇതേപോലെ തന്നെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. അപ്പം ഞാൻ തീയൊക്കെ ഈ സമയത്ത് മീഡിയത്തിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ബാക്കിയുള്ള റോളുകളും ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിലെന്തായാലും ഇതേപോലെ തന്നെ ഈ നോമ്പിന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.